ഗബ്രിയേലിന്റെ ദർശന സാഫല്യമായി സർവലോകർക്കും നന്മയേറും കാരുണ്യമായി ബത്ലഹേമിന്റെ മാറിലൊരാരോമല്ലുണ്ണി പിറന്നല്ലോ. ഗബ്രിയേലിന്റെ ദർശന സാഫല്യമായി സർവലോകർക്കും നന്മയേറും കാരുണ്യമായി ബത്ലഹേമിന്റെ മാറിലൊരാരോമല്ലുണ്ണി പിറന്നല്ലോ. വിണ്ണിൽ താരക പുഞ്ചിരി തൂകി മണ്ണിൽ ഗ്ലോറിയും നാദങ്ങൾ പാടി അവൻ പള്ളിക്കച്ചയണിഞ്ഞിട്ട് കണ്ണും ചെമ്മി തുറന്നിട്ട് കുഞ്ഞിക്കാലിട്ടടിക്കുകയായി എങ്ങും ആഘോഷം ഉണരുകയായി. ദൂരെ നിന്നും തങ്കത്തിൽ സമ്മാനങ്ങൾ കൊണ്ടെത്തി രാജാക്കന്മാർ ഒന്നായി നീളം വ്യാത്തിപ്പാടി ഹല്ലേലൂയ. എന്നും നിന്നെ ലോകത്താലുള്ളവരെല്ലാം ആയത്തും തളരുന്നുണ്ട് സ്നേഹത്താലെ ധന്യം ധന്യമാക്കണേ രാജാതിരാജനേ എൻ മാർഗദീപമേ എൻ ദീപധാരയിൽ ചൈതന്യമാക്കണേ ഉൾക്കൂട്ടിലെ പുൽപ്പായലിൽ കനിവായി വായണേ. പൊട്ടാസ് പൂക്കുറ്റി കമ്പിത്തിരി മത്താപ്പ് റോക്കറ്റ് ചെമ്പൂത്തിരി ഗബ്രിയേലിന്റെ ദർശന സാഫല്യമായി സർവലോകർക്കും നന്മയേറും കാരുണ്യമായി ബത്ലഹേമിന്റെ മാറിലൊരാരോമല്ലുണ്ണി പിറന്നല്ലോ. ഗബ്രിയേലിന്റെ ദർശന സാഫല്യമായി സർവലോകർക്കും നന്മയേറും കാരുണ്യമായി ബത്ലഹേമിന്റെ മാറിലൊരാരോമൽ ഉണ്ണി പിറന്നല്ലോ. പ്രേക്ഷകർക്ക് ആസാദ് മീഡിയയുടെ ക്രിസ്മസ് ആശംസകൾ. നമസ്കാരം, ആസാദ് നൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. എം ടി വാസുദേവൻ നായർ അന്തരിച്ചു. വിടവാങ്ങിയത് മലയാളത്തിന്റെ മഹാപ്രതിഭ. കസാഖ്സ്ഥാനിലെ വിമാന അപകടം, മരണസംഖ്യ ഉയരുന്നു. ഇതുവരെ 30 മരണം. ക്രിസ്മസ് സമ്മാനം, വിഴിഞ്ഞം തുറമുഖത്ത് 100ാമത്തെ കപ്പലെത്തി. സ്നിഗ്ധ അമ്മത്തൊട്ടിലിൽ ഇന്നെത്തിയ പെൺകുഞ്ഞിന് പേരിട്ടു. മണ്ഡലം മഹോത്സവത്തിന് വ്യാഴാഴ്ച സമാപനം. മകരവിളക്ക് ഉത്സവത്തിനായി ഡിസംബർ 30-ന് നട തുറക്കും. 5ാം ദിവസവും കാസർഗോഡ് കാട്ടാന ആക്രമണം, ജനം ഭീതിയിൽ. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുന്നു. കേരളത്തിലടക്കം പുനഃസംഘടന അതിവേഗത്തിലാക്കാൻ കോൺഗ്രസ്. മലയാളത്തിന്റെ മഹാപ്രതിഭ എം ടി വാസുദേവൻ നായർ അന്തരിച്ചു. 1 മാസത്തിലധികമായി രോഗബാധിതനായി ചികിത്സയിലായിരുന്നു. ശ്വാസതടസ്സത്തെ തുടർന്ന് ഡിസംബർ 16 തിങ്കളാഴ്ച പുലർച്ചെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ രാത്രി 10 മണിയോടെയായിരുന്നു അന്ത്യം. അതീവ ഗുരുതരാവസ്ഥയിൽ തുടരുന്നതിനിടെ ശരീരം മരുന്നുകളോട് പ്രതികരിക്കുന്നതായി ഡോക്ടർമാർ അറിയിച്ചിരുന്നു. ഇത് മലയാളത്തിന്റെ പ്രിയ കഥാകാരൻ തിരിച്ചുവരുമെന്ന പ്രതീക്ഷയും ആശ്വാസവും ഉയർത്തിയിരുന്നു. എന്നാൽ ഇന്ന് 10 മണിയോടെ മരണം സ്ഥിരീകരിച്ചതായി ആശുപത്രി അധികൃതരുടെ അറിയിപ്പ് വന്നു. നോവൽ, കഥ, സിനിമാ സംവിധാനം, തിരക്കഥ, നാടകം, സാഹിത്യ ചിന്തകൾ എന്നിങ്ങനെ ഇടപെട്ട മേഖലകളിലെല്ലാം വ്യത്യസ്തമായ മികവുകൾ ചാർത്തി അനശ്വരതയാർജിച്ച വ്യക്തിത്വമാണ്. എം ടി എന്ന ചുരുക്കപ്പേരിൽ കലാസാഹിത്യ രംഗങ്ങളിൽ അരനൂറ്റാണ്ടോളം നിറഞ്ഞു നിന്നു. അദ്ദേഹത്തിന്റെ ഒരു നോവൽ, കഥ അല്ലെങ്കിൽ സിനിമ പ്രഭാഷണം കാണാത്ത, കേൾക്കാത്ത ആരുമുണ്ടാവില്ലെന്ന് മലയാള മനസ്സുകളിലെയും നിത്യസാന്നിധ്യമായിരുന്നു. മലയാള ഭാഷയെയും സംസ്കാരത്തെയും അത്രമേൽ സ്നേഹിക്കുമ്പോഴും ലോക സാഹിത്യത്തെക്കുറിച്ച് അപാരമായ അറിവും ആഴത്തിലുള്ള വായനയും അദ്ദേഹത്തിന്റെ സർഗവ്യാപാരത്തെ വിശാലമാക്കി. തർജ്ജമ ചെയ്യപ്പെട്ട അദ്ദേഹത്തിന്റെ കൃതികൾക്ക് വിവിധ ഭാഷകളിൽ വായനക്കാരും ആരാധകരുമുണ്ടായി. രോഗശയ്യയിലാവുന്നതുവരെ പൊതുരംഗങ്ങളിൽ സജീവത തുടർന്നു. തിരൂർ തുഞ്ചൻ സ്മാരക ട്രസ്റ്റ് ചെയർമാനായിരുന്നു. തുഞ്ചൻ ഉത്സവം ജനകീയമാക്കുന്നതിലും സ്മാരകം യാഥാർത്ഥ്യമാക്കുന്നതിലും മുൻനിരയിൽ പ്രവർത്തിച്ചു. രാജ്യത്തെ ഉന്നത സാഹിത്യ ബഹുമതിയായ ജ്ഞാനപീഠം, പത്മഭൂഷൺ പുരസ്കാരം, കേരള സർക്കാരിന്റെ പരമോന്നത പുരസ്കാരങ്ങളായ കേരള ജ്യോതി, ദേശാഭിമാനി സാഹിത്യ പുരസ്കാരം, JC ഡാനിയൽ പുരസ്കാരം, എഴുത്തച്ഛൻ പുരസ്കാരങ്ങൾ തുടങ്ങി 200-ലധികം ബഹുമതികൾ ലഭിച്ചിട്ടുണ്ട്.
കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ നേടിയ എം.ടിക്ക് ചെറുകഥക്കും നോവലിനും നാടകത്തിനും കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. ഇത്തരത്തിൽ ഒരേ പുരസ്കാരം ലഭിച്ച ഏക മലയാളി സാഹിത്യകാരൻ എന്ന ഖ്യാതിയുമുണ്ട്. മാതൃഭൂമി ആഴ്ചപ്പതിപ്പിന്റെ പത്രാധിപരായി ദീർഘകാലം പ്രവർത്തിച്ചു. കേരള സാഹിത്യ അക്കാദമി അധ്യക്ഷനായിരുന്നിട്ടുണ്ട്. തിരക്കഥയെഴുതി സംവിധാനം ചെയ്ത ആദ്യ സിനിമ നിർമ്മാല്യത്തിന് സുവർണകമലം സ്വന്തമാക്കി. ഇതിന്റെ 50ാം വാർഷികമായിരുന്നു 2024. ഈ വർഷം തന്നെ അദ്ദേഹത്തിന്റെ കഥകളെ അടിസ്ഥാനമാക്കിയുള്ള 9 സിനിമകളുടെ സമാഹാരം മനോരഥങ്ങൾ ഓണസമ്മാനമായി പുറത്തിറങ്ങി. മനോരഥങ്ങൾ പുറത്തിറങ്ങുന്നതിന്റെ ഭാഗമായുള്ള ചടങ്ങിൽ കൊച്ചിയിലാണ് ഒടുവിൽ പൊതുപരിപാടിയിൽ പങ്കെടുത്തത്. 91ാം ജന്മദിനമായ ജൂലൈ 15-നായിരുന്നു ആ ആഘോഷവും. 50-ലധികം ചലച്ചിത്ര കാവ്യങ്ങളുമായി സംവിധായകൻ, തിരക്കഥാകൃത്ത്, നിർമ്മാതാവ്, ഗാനരചയിതാവ് എന്നിങ്ങനെ വെള്ളിത്തിരയിൽ സുവർണമുദ്ര പതിപ്പിച്ച ചലച്ചിത്രകാരനുമാണ്. 1960-കളിലാണ് എം.ടി സിനിമാ ലോകത്തേക്ക് പ്രവേശിക്കുന്നത്. മുറപ്പെണ്ണ്, ഇരുട്ടിന്റെ ആത്മാവ്, കുട്ടിയെടത്തി, നിർമ്മാല്യം തുടങ്ങിയവയാണ് ആദ്യ ചിത്രങ്ങൾ. ഇടവഴിയിലെ പൂച്ച, മിണ്ടാപ്പൂച്ച, ഓപ്പോൾ, വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ, വളർത്തുമൃഗങ്ങൾ, തൃഷ്ണ, വാരിക്കുഴി, ഉയരങ്ങളിൽ, മഞ്ഞ്, ആൾക്കൂട്ടത്തിൽ തനിയെ, അടിയൊഴുക്കുകൾ, പഞ്ചാഗ്നി, നഖക്ഷതങ്ങൾ എന്ന് സ്വന്തം ജാനകിക്കുട്ടി, താഴ്വാരം, ഋതുഭേദം, ഉത്തരം പെരുന്തച്ചൻ, പരിണയം, സുഹൃതം, സദയം എന്നിങ്ങനെ ആസ്വാദക ലോകം നെഞ്ചേറ്റിയ ചലച്ചിത്രങ്ങൾ മലയാളത്തിന് സമ്മാനിച്ചു. തിരക്കഥയ്ക്ക് 4 തവണ ദേശീയ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. 1948-ൽ ചിത്രകേരളം മാസികയിൽ പ്രസിദ്ധപ്പെടുത്തിയ വിഷുക്കൈനീട്ടമാണ് ആദ്യ കഥ. നാലുകെട്ട്, അസുരവിത്ത്, മഞ്ഞുകാലം, വിലാപയാത്ര, രണ്ടാമൂഴം, വാരാണസി എന്നിവയാണ് ശ്രദ്ധേയമായ നോവലുകൾ. ആദ്യമായി പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ച നോവൽ നാലുകെട്ടാണ്. 1958-ലായിരുന്നു ഇത്. ആദ്യ നോവലിന് തന്നെ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു. പാലക്കാടൻ ഗ്രാമമായ കൂടല്ലൂരിൽ 1933 ജൂലൈ 15-നാണ് ജനനം. മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ എന്നാണ് എം.ടിയുടെ മുഴുവൻ പേര്. അച്ഛൻ പരേതനായ നാരായണൻ നായർ, അമ്മ പരേതയായ അമ്മാളു അമ്മ. സഹോദരങ്ങൾ എം.ടി ഗോവിന്ദൻ നായർ, ബാലൻ നായർ, പ്രശസ്ത നർത്തകി കലാമണ്ഡലം സരസ്വതിയാണ് ഭാര്യ. മക്കൾ സിതാര അമേരിക്ക, അശ്വതി. മരുമക്കൾ ശ്രീകാന്ത് നർത്തകൻ ചെന്നൈ, സഞ്ജയ് ഗിർമെ അമേരിക്ക. ആദ്യ ഭാര്യ പരേതയായ പ്രമീള. ക്രിസ്മസ് സമ്മാനം. വീനം തുറമുഖത്ത് 100ാമത്തെ കപ്പലെത്തി. വീനം തുറമുഖത്ത് 100ാമത്തെ കപ്പൽ ബർത്തിങ് പൂർത്തിയാക്കി. മെഡിറ്ററേനിയൻ കമ്പനിയുടെ MSC മിഷേൽ എന്ന കപ്പൽ ബർത്തിങ് പൂർത്തിയാക്കി. 299.87 മീറ്റർ നീളവും 12.5 മീറ്റർ ആഴവുമുള്ള കപ്പലാണിത്. ബുധനാഴ്ച ഉച്ചയ്ക്ക് 1:30ഓടെയാണ് കപ്പൽ ബർത്തിങ് പൂർത്തിയാക്കിയതെന്ന് അധികൃതർ അറിയിച്ചു. ജൂലൈ 11-നാണ് ആദ്യ കപ്പൽ തുറമുഖത്ത് എത്തിയത്. തുടർച്ചയായി കപ്പലുകൾ എത്തുന്നുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കി. സ്നിഗ്ധ അമ്മത്തൊട്ടിൽ ഇന്നെത്തിയ പെൺകുട്ടിന് പേരിട്ടു. ക്രിസ്മസ് ദിനത്തിൽ സംസ്ഥാന ശിശുക്ഷേമ സമിതിയുടെ അമ്മത്തൊട്ടിലിൽ എത്തിയ പുതിയ അതിഥിക്ക് പേരിട്ടു. പെൺകുഞ്ഞിന് സ്നിഗ്ധ എന്നാണ് പേരിട്ടത്. മന്ത്രി വീണ ജോർജിന്റെ സാന്നിധ്യത്തിലാണ് പേര് തെരഞ്ഞെടുത്തത്. 3 ദിവസമാണ് സ്നിഗ്ധയ്ക്ക് പ്രായം. ബുധനാഴ്ച പുലർച്ചെ 5:50-നാണ് പെൺകുഞ്ഞെത്തിയത്. കുഞ്ഞിന് പേര് നിർദ്ദേശിക്കണമെന്നാവശ്യപ്പെട്ട് മന്ത്രി വീണ ജോർജ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരുന്നു. ഈ വർഷം ഇതുവരെ 22 കുഞ്ഞുങ്ങളെയാണ് തിരുവനന്തപുരത്തെ ശിശുക്ഷേമ സമിതിയുടെ അമ്മത്തൊട്ടിലിൽ മാത്രം ലഭിച്ചത്. മണ്ഡല മഹോത്സവത്തിന് വ്യാഴാഴ്ച സമാപനം. മകരവിളക്ക് ഉത്സവത്തിനായി ഡിസംബർ 30-ന് തുറക്കും. ശബരിമല മണ്ഡലകാല തീർത്ഥാടനത്തിന് വ്യാഴാഴ്ച സമാപനം. മണ്ഡലപൂജ വ്യാഴാഴ്ച പകൽ 12-നും 12:30-നും ഇടയ്ക്ക് തന്ത്രി കണ്ഠർ രാജീവരുടെ കാർമ്മികത്വത്തിൽ നടക്കും. രാത്രി 11 മണിക്ക് ഹരിവരാസനം പാടി നട അടക്കും. മകരവിളക്ക് ഉത്സവത്തിനായി ഡിസംബർ 30 വൈകിട്ട് 5 മണിക്ക് വീണ്ടും നട തുറക്കും. ജനുവരി 14-ന് മകരവിളക്ക്. 5ാം ദിവസവും കാസർഗോഡ് കാട്ടാന ആക്രമണം. ജനം ഭീതിയിൽ. റാണിപുരം കുണ്ടുപള്ളിയിൽ വീണ്ടും കാട്ടാന ആക്രമണം. തുടർച്ചയായി 5ാം ദിവസമാണ് ഇവിടെ കാട്ടാന ഇറങ്ങുന്നത്.
വനാതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ് കുണ്ടുപള്ളി. വ്യാപകമായ കൃഷി നശിക്കുന്നുവെന്നും ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണെന്നും ആളുകൾ വ്യക്തമാക്കി. 4 ആനകൾ സ്ഥലത്തുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. തെരച്ചിൽ തുടരുന്നുണ്ടെങ്കിലും ഇതുവരെ ആരെയും കണ്ടെത്താനായിട്ടില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുന്നു. കേരളത്തിലടക്കം പുനഃസംഘടന അതിവേഗത്തിലാക്കാൻ കോൺഗ്രസ്. പുനഃസംഘടനയ്ക്ക് സമയപരിധി നിശ്ചയിക്കാൻ കോൺഗ്രസ്. നാളെ കർണാടകയിലെ ബെല്ലഗാവിയിൽ ചേരുന്ന പ്രവർത്തക സമിതി നിർണായക ചർച്ചകൾ നടക്കും. മഹാരാഷ്ട്ര, ഹരിയാന തോൽവികൾ പഠിക്കാൻ കമ്മീഷനെ വൈകാതെ നിയോഗിച്ചേക്കും. അംബേദ്കർ വിവാദത്തിലെ തുടർ നടപടികളും യോഗം തീരുമാനിക്കുമെന്നാണ് വിവരം. ഗാന്ധിജി പങ്കെടുത്ത ബെല്ലഗാവി കോൺഗ്രസ് സമ്മേളനത്തിന്റെ 100ാം വാർഷിക സ്മരണ പുതുക്കിയാകും ബെല്ലഗാവിയിൽ പ്രവർത്തക സമിതി ചേരുക. പുനഃസംഘടനയ്ക്ക് സമയപരിധി നിശ്ചയിക്കുക എന്ന പ്രധാന അജണ്ടയിലാണ് കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം ചേരുന്നത്. നാളെ ബെല്ലഗാവിയിൽ ഗാന്ധി സ്മരണയിലാകും 150ലേറെ പ്രതിനിധികൾ പങ്കെടുക്കുന്ന പ്രവർത്തക സമിതി ചേരുക. ഭരണഘടനയ്ക്കെതിരെ നടക്കുന്ന നീക്കങ്ങൾ ചെറുക്കാൻ കൂടുതൽ പ്രചാരണ പ്രക്ഷോഭ പരിപാടികൾ പാർട്ടി തീരുമാനിക്കും. അമിത്ഷായുടെ മാപ്പും രാജിയും ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധം തുടരുന്നതിലും രൂപരേഖ പ്രവർത്തക സമിതിയിലുണ്ടാകും. 2025 അഴിച്ചുപണി വർഷമെന്ന് പ്രഖ്യാപിച്ചതോടെ പുനഃസംഘടനയിൽ ഒരു വിട്ടുവീഴ്ചയുമില്ലെന്ന് കൂടി നേതൃത്വം വ്യക്തമാക്കുകയാണ്. സമയപരിധി തീരുമാനിച്ച് നടപടികൾ പൂർത്തിയാക്കും. കേരളത്തിലടക്കം നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലേക്ക്. കണ്ണൂർ പുഷ്പോത്സവം ലോഗോ പ്രകാശിപ്പിച്ചു. ജില്ലാ അഗ്രി ഫോർട്ടിക്കൾച്ചർ സൊസൈറ്റി സംഘടിപ്പിക്കുന്ന പുഷ്പോത്സവത്തിന്റെ ലോഗോ സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാർ പ്രകാശിപ്പിച്ചു. സെക്രട്ടറി PV രത്നാകരൻ ലോഗോ ഏറ്റുവാങ്ങി. PV കിരൺ അധ്യക്ഷനായി. ട്രഷറർ KM ബാലചന്ദ്രൻ, EG ഉണ്ണികൃഷ്ണൻ, TP വിജയൻ എന്നിവർ സംസാരിച്ചു. MK മൃദുൽ സ്വാഗതവും C അബ്ദുൾ ജലീൽ നന്ദിയും പറഞ്ഞു. കണ്ണൂർ പോലീസ് മൈതാനിയിൽ ജനുവരി 16 ആരംഭിക്കുന്ന പുഷ്പോത്സവം 27 സമാപിക്കും. KP ബാലകൃഷ്ണൻ മാസ്റ്റർ പുരസ്കാരം KP സഹദേവിന് സമ്മാനിച്ചു. പള്ളിക്കുന്ന് മദർ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ 18ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ഏർപ്പെടുത്തിയ KP ബാലകൃഷ്ണൻ മാസ്റ്റർ പുരസ്കാരം CITU സംസ്ഥാന സെക്രട്ടറി KP സഹദേവിന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ സമ്മാനിച്ചു. ട്രേഡ് യൂണിയൻ രംഗത്തെ സമഗ്ര സംഭാവന പരിഗണിച്ചാണ് പുരസ്കാരം. 11,111 രൂപയും പ്രശസ്തി പത്രവും ഫലകവുമാണ് പുരസ്കാരം. വ്യത്യസ്ത മേഖലകളിൽ കഴിവ് തെളിയിച്ച വഴക്കാടി ബാലകൃഷ്ണൻ, പള്ളിയത്തിൽ ശ്രീധരൻ, ഡോക്ടർ MK നമ്പ്യാർ, ബാലകൃഷ്ണൻ പാപ്പിനിശ്ശേരി, വർഗീസ് കളത്തിൽ, സുരേഷ് ബാബു ശ്രീസ്ത എന്നിവരെയും കണ്ണൂർ ചേംബർ ഓഫ് കൊമേഴ്സ് ഹാളിൽ നടന്ന ചടങ്ങിൽ MV ഗോവിന്ദൻ ഉപഹാരം നൽകി ആദരിച്ചു. CPM ജില്ലാ സെക്രട്ടറി MV ജയരാജൻ അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ KV സുമേഷ് MLA, M പ്രകാശൻ, ഏരിയ സെക്രട്ടറി KP സുധാകരൻ, CITU ജില്ലാ ജനറൽ സെക്രട്ടറി K മനോഹരൻ, INDUC ദേശീയ സെക്രട്ടറി ഡോക്ടർ ജോസ് ജോർജ് പ്ലാത്തോട്ടം, താവം ബാലകൃഷ്ണൻ, MM കരീം, ട്രസ്റ്റ് ചെയർമാൻ PN സത്യനാഥൻ, കൗൺസിലർ P രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. കാടൻ ബാലകൃഷ്ണൻ സ്വാഗതവും വിജയൻ മാച്ചേരി നന്ദിയും പറഞ്ഞു. ഡിജിറ്റൽ ഉപകരണങ്ങളുടെ കൈമാറ്റം. കാനറ ബാങ്ക് ഏച്ചൂർ ശാഖ ഏച്ചൂർ ഗാന്ധി സ്മാരക ഗ്രന്ഥശാലയ്ക്ക് അനുവദിച്ച ഡിജിറ്റൽ ഉപകരണങ്ങൾ ഗ്രന്ഥശാല ഹാളിൽ നടന്ന ചടങ്ങിൽ കാനറ ബാങ്ക് കോഴിക്കോട് സർക്കിൾ ഡെപ്യൂട്ടി ജനറൽ മാനേജർ VK ശ്രീകാന്ത് കൈമാറി. ഗ്രന്ഥശാല വൈസ് പ്രസിഡന്റ് P ദിനേശൻ ഏറ്റുവാങ്ങി. ചന്ദ്രൻ കണിച്ചേരി അധ്യക്ഷത വഹിച്ചു. ബ്രാഞ്ച് മാനേജർ G സിദ്ധാർത്ഥ്, TC രാജഗോപാലൻ, ലക്ഷ്മണൻ തുണ്ടിക്കോത്ത്, K പ്രദീപൻ എന്നിവർ സംസാരിച്ചു. ക്രിസ്തുമസ് ദിനത്തിൽ MVR സ്നാക്ക് പാർക്ക് ആൻഡ് സൂവിൽ ഹെലികോപ്റ്റർ പറന്നിറങ്ങി. പറശ്ശിനിക്കടവ്. ക്രിസ്തുമസ് പുതുവത്സര സമ്മാനമായി MVR സ്നാക്ക് പാർക്ക് ആൻഡ് സൂവിൽ പുതിയ ഹെലികോപ്റ്റർ മാതൃക പൊതുജനങ്ങൾക്കായി സൂ ഡയറക്ടർ പ്രൊഫസർ E കുഞ്ഞിരാമൻ ഉദ്ഘാടനം ചെയ്തു. തികച്ചും ഇരുമ്പിൽ തീർത്ത 8 അടിയോളം ഉയരവും 12 അടിയോളം നീളവുമുള്ള ഹെലികോപ്റ്റർ യുദ്ധ ഹെലികോപ്റ്റർ മാതൃകയിലാണ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. കുട്ടികൾക്ക് ഇഷ്ടാനുസരണം കോക്പിറ്റിൽ കയറിയിരുന്ന് ഉല്ലസിക്കാനും ചിത്രങ്ങൾ പകർത്താനും സാധിക്കുന്ന തരത്തിലാണ് ഹെലികോപ്റ്ററിന്റെ ഉൾവശം തയ്യാറാക്കിയിട്ടുള്ളത്. ആർട്ടിസ്റ്റ് ബിജു പറശ്ശിനിക്കടവ് 6 ദിവസം കൊണ്ട് തികച്ചും മറ്റാധുനിക യന്ത്രസഹായമില്ലാതെ പണിതീർത്തതാണ് ഈ ഹെലികോപ്റ്റർ. ഇന്നു മുതൽ MVR സ്നേക്ക് പാർക്ക് ആൻഡ് സൂവിൽ മിനിവാർ ഹെലികോപ്റ്റർ പൊതുജനങ്ങൾക്ക് കാണാനും ആസ്വദിക്കാനും സാധിക്കും. സൂ സൂപ്പർവൈസർ ശ്രീ സുധാകരൻ, സൂ
ക്യൂറേറ്റർ ശ്രീ അമൽജിത്ത് AT കൂടാതെ മറ്റു ജീവനക്കാരും പരിപാടിയിൽ പങ്കെടുത്തു. ശുചിത്വ ലീഡർമാർക്കുള്ള പരിശീലന ശില്പശാല മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി പെരളശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ ജനുവരി 1 മുതൽ 10 വരെ സംഘടിപ്പിക്കുന്ന ഭവന സന്ദർശന പരിപാടിയുടെ സ്ക്വാഡ് ലീഡർമാർക്കുള്ള പരിശീലന ശില്പശാല നവകേരളം കർമ്മ പദ്ധതി സംസ്ഥാന അസിസ്റ്റന്റ് കോഓർഡിനേറ്റർ TP സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് V പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു. K നാരായണൻ, KK സുഗതൻ, സഹദേവൻ V തുടങ്ങിയവർ സംസാരിച്ചു. VV പ്രമോദ് സ്വാഗതവും ബീന N നന്ദിയും പറഞ്ഞു. ശുചിത്വ വിരുന്ന് വിളംബര ജാഥ പെരളശ്ശേരി വീടും നാടും വൃത്തിയുടെ സമ്പൂർണതയിലേക്ക് എന്ന സന്ദേശവുമായി ഭവന സന്ദർശനത്തിന് മുന്നോടിയായി പെരളശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ ക്രിസ്തുമസ് ദിനത്തിൽ വിളംബര ജാഥ സംഘടിപ്പിച്ചു. ക്രിസ്തുമസ് സാന്റോമാരും ബാൻഡ് മേളങ്ങളുമായി സംഘടിപ്പിച്ച ജാഥ പുതുമയുള്ളതായി. V പ്രശാന്ത്, KK സുഗതൻ, K നാരായണൻ, സഹദേവൻ V, ബീന N, രേഷ്മ C, CK സൗമിനി എന്നിവർ നേതൃത്വം നൽകി. കസാഖ്സ്ഥാനിലെ അക്തോവിൽ നടന്ന വിമാനാപകടത്തിൽ മരണസംഖ്യ ഉയരുന്നു. ഇതുവരെ 30ഓളം പേർ മരിച്ചതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. പ്രതികൂല കാലാവസ്ഥയാണ് അപകട കാരണമെന്ന് നിഗമനം. 62 യാത്രക്കാരും 5 ജീവനക്കാരുമാണ് വിമാനത്തിലുണ്ടായിരുന്നത്. 29 പേരെ രക്ഷപ്പെടുത്തി. ആശുപത്രിയിൽ കഴിയുന്നവരിൽ ചിലരുടെ നില അതീവ ഗുരുതരമാണ്. മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാമെന്നാണ് കരുതുന്നത്. അസർബൈജാൻ എയർലൈൻസിന്റെ വിമാനമാണ് തകർന്നത്. അസർബൈജാൻ തലസ്ഥാനമായ ബാക്കുവിൽ നിന്ന് റഷ്യയിലെ ഗ്രോസ്നിയിലേക്ക് പുറപ്പെട്ട വിമാനം കനത്ത മൂടൽമഞ്ഞിനെ തുടർന്ന് കസാഖ്സ്ഥാനിലേക്ക് വഴിതിരിച്ചു വിടുകയായിരുന്നു. പക്ഷിക്കൂടത്തെ വിമാനം ഇടിച്ചതായാണ് കരുതുന്നത്. പിന്നാലെ വിമാനം അടിയന്തര ലാൻഡിങ്ങിന് അനുമതി തേടി. തൊട്ടുപിന്നാലെ തകർന്നു വീണ് കത്തിയമരുകയായിരുന്നു. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ്. അടുത്ത വാർത്താ ബുള്ളറ്റിൻ നാളെ രാത്രി. നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.